ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. അത് നന്നായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഒരുപാട് പഴുത്ത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം, അങ്ങനെ ഉള്ള പഴം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാറ്ററൊന്നും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടിക്ക് അങ്ങനെ അളവൊന്നും ഞാൻ പറയണില്ല, നമുക്ക് എത്രയ്ക്ക് പഴമുണ്ടോ അതനുസരിച്ചിട്ട് അരിപ്പൊടി ചേർക്കുക. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം പഞ്ചസാരയുടെ അളവ് കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായി പൊടിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പാകത്തിന് തന്നെയാണ് വേണ്ടത്. അതേ സമയത്ത് നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് 2 കഷ്ണം എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഉടയ്ക്കുന്നത്. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ അരിപ്പൊടി തേങ്ങയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെറുതെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, അതിൻ്റെ ഒരു പാകം വരും. അപ്പോൾ അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായാൽ ഇത് കുറച്ചിട്ടിട്ട് വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. വെറുതെ ഇരുന്നിങ്ങനെ കറുമുറാന്ന് തിന്നാനും പറ്റും. കാരണം ഇത് അരിപ്പൊടി ചേർത്തായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. പഴം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല കരുമുറാന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അപ്പോൾ കുറച്ച് ഒരു സ്പൂണിലാക്കിയിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞ് കുഞ്ഞ് ബോൾസായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പക്കാവടയൊക്കെ പോലെ അങ്ങനെ കുറച്ച് തിന്നാൻ വേണ്ടിയിട്ട് അതേ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് നുള്ളിയിട്ടൊക്കെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല. ഇനി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം കേട്ടോ. റൗണ്ട് ബോൾസായിട്ടോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറുതാക്കി ആക്കിയ കാരണം തന്നെ വേഗത്തിൽ തന്നെ അത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിലുള്ള അരിപ്പൊടിയൊന്നും വെന്ത് വരില്ല. അപ്പോൾ നല്ല കരിമുരാന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുമ്പോൾ ഇത് കോരി മാറ്റാം കേട്ടോ. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, കൈ കൊണ്ട് കുറച്ച് അതിൽ നിന്ന് നുള്ളി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ വേഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കുട്ടികൾ പുഴുങ്ങിയിട്ടായാലും അങ്ങനെ അധികം കഴിക്കുന്നില്ല. അതുപോലെ
നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഒരു കറുപ്പ് കളറായിട്ടുണ്ടെങ്കിൽ തീരെ കഴിക്കില്ല. അതിപ്പോൾ വലിയവരാണെങ്കിലും അതെ, അങ്ങനെ ഒരുപാട് പഴുത്ത പഴം കഴിക്കാൻ അത്രയ്ക്ക് അധികം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ പഴുത്ത പഴമൊക്കെ അങ്ങനെ ബാക്കിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ കണ്ടില്ലേ, കാണാനും നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.